ഹായ് മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന പ്ലസ് ടു ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല എങ്കിൽ പോലും തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ടൈം ടേബിൾ ഉണ്ട്. ഈ ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്കൂളുകളിലെല്ലാം എക്സാം നടക്കുന്നുണ്ടായിരിക്കുക. ഓരോ സ്കൂളുകളിലും ഓരോ ചോദ്യ പേപ്പർ ആണെങ്കിൽ പോലും എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ ഒരു ടൈം ടേബിൾ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, സൈലത്തിന്റെ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം ആളുകളെ കൊണ്ട് കമന്റ് എടുപ്പിക്കുക. ആ കമന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, റെഡിയല്ലേ? ടൈം ടേബിൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ട്. ഒരു ദിവസം പോലും 2 എക്സാം വരുന്നുണ്ട്. കെമിസ്ട്രിക്ക് 3-4 ദിവസമൊക്കെയാണ് നമുക്ക് ലീവ് ഉള്ളത്. പഠിച്ച് മരിക്കുക നമുക്ക് ആ ദിവസങ്ങളിൽ. നോക്കുക, രാവിലെയും ഉച്ചയ്ക്കും എക്സാം ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളാണ് രാവിലെ, ഏതൊക്കെ ദിവസങ്ങളാണ് ഉച്ചയ്ക്ക് എന്നുള്ള കാര്യം ഒരൊറ്റ രാവിലെ മാത്രമേ എക്സാം ഉള്ളൂ, ബാക്കിയൊക്കെ ഉച്ചയ്ക്കാണ് കേട്ടോ. ഒരു ദിവസം 2 എക്സാം ഒക്കെ വരുന്നുണ്ട്. നോക്കാം നമുക്ക്. 18-ാം തീയതി ആരംഭിക്കുകയാണ്. 18-ാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. സെക്കൻഡ് ലാംഗ്വേജ് തന്നെ ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 1:30 നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എഴുതി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം 19-ാം തീയതി കാലത്ത് 9:30 ഇംഗ്ലീഷും, അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എന്താണ്? മാത്സുമാണ്. ഒരേ ദിവസം കാലത്ത് ഇംഗ്ലീഷും, ഉച്ചയ്ക്ക് ശേഷം മാത്തമാറ്റിക്സ്. ഞാൻ സബ്ജക്ട് മാറ്റി പറഞ്ഞു, മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ 1:30 മാത്സും ഉണ്ട്, കാലത്ത് ഇംഗ്ലീഷും ഉണ്ട്. ഈ 2 കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ദിവസം 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബയോളജി. തൊട്ടടുത്ത ദിവസം 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസ്. ബയോ സയൻസ് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ 20-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 21 എന്ന് പറഞ്ഞ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട് ഫിസിക്സ് പഠിക്കുവാൻ വേണ്ടി. കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മാത്സ് എഴുതി കഴിഞ്ഞാൽ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സും പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനുള്ള ടൈം ടേബിൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഗ്യാപ്പുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് മാരത്തോൺ ലൈവും മറ്റു കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഒരേ ദിവസങ്ങളിൽ 2 എക്സാം ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ ഇടേണ്ടതുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുക, പഠിക്കാൻ ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ സമയങ്ങളിൽ ഈ ഗ്യാപ്പ് മാറ്റി വെക്കണം. ഇന്ന് മുതൽ ഏതൊക്കെ സബ്ജക്റ്റിന് പഠിക്കാൻ വേണ്ടി ഗ്യാപ്പുകൾ മാറ്റി വെക്കണം എന്ന് നോക്കുക. കെമിസ്ട്രി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. നോക്കിക്കേ, 22-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 2 മണിക്ക്, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് എക്സാം വരുന്നത്. ഫിസിക്സ് എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ 25 കഴിഞ്ഞ് 22 കഴിഞ്ഞാൽ 23, 24, 25, 26 കഴിഞ്ഞ് 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് കെമിസ്ട്രി. ആഹാ അല്ലേ? ഓരോ ചാപ്റ്ററും ഓരോ ദിവസം സമാധാനത്തിലിരുന്ന് പഠിക്കുവാൻ പറ്റുന്ന സമയമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് എന്തുകൊണ്ടോ അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ല എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല, അവിടെ ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് എക്സാം നടക്കുന്നത്. എങ്കിൽ പോലും എല്ലാ എക്സാമിനും ഗംഭീരമായി നമുക്ക് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ദയവ് ചെയ്ത് ഒരു ടൈം ടേബിളിനെ കുറ്റം പറയാതെ അവനവൻ നിന്ന് പഠിക്കാനായിട്ട് നോക്കുക. ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ടൈം ടേബിളിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും പോവാതെ ടൈം ടേബിൾ ഇതാണെന്ന് മനസ്സിലാക്കി പഠിക്കാനിരിക്കുക. നമ്മൾ എപ്പോഴും തന്നെ മറ്റുള്ള കാര്യങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേയുള്ളൂ. ടൈം ടേബിൾ ഇതാണ്, ഇതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. മാറ്റം വന്നാൽ അതനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ മാറ്റും, അത്രയേ ഉള്ളൂ. സ്റ്റഡി പ്ലാനുകളൊക്കെ മാറ്റും, അത്രയേ ഉള്ളൂ. വേറെ വിഷയമില്ല. നമ്മൾ പറയാൻ പോകുന്ന 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ ഒരു മാറ്റമില്ല, ഈ ടൈം ടേബിൾ ഒരു മാറ്റമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. അടിപൊളി മാർക്ക് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.